ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ബോറടിച്ചേരോ ലേശം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരമോ ഒരു 4:45 ആകുമ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാ. എങ്ങോട്ടാ പോകണ്ടേന്ന് വലിയൊരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയിട്ട് ഇതാ ഈടെത്തി. ഈ സ്ഥലത്ത് ഞാൻ അവസാനമായിട്ട് വന്നത് ഏകദേശം ഒരു 4-4.5 വർഷങ്ങൾക്ക് മുമ്പാ. ഇതിവർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഒരു ബ്രാഞ്ച് ആണെന്നാണ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. ഞാൻ 4.5 വർഷങ്ങൾക്ക് മുമ്പ് പോയത് ഈടെയായിരുന്നില്ല, അവരെ പഴയ ഔട്ട്ലെറ്റിലാണ്. ആ കടായിൽ തിളക്കുന്ന എണ്ണയിൽ ഇങ്ങനെ പൊതിർത്തി വെച്ചിട്ടുള്ള മുട്ടാപ്പം കണ്ട, അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഐറ്റം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് 2-3 ഗ്രേവി മിക്സ് ആക്കിയിട്ടുണ്ടെന്ന്. പണ്ടെങ്ങനെയായിരുന്നു ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഒരു പ്ലേറ്റ് മുട്ടാപ്പം പൊള്ളിച്ചത് അഥവാ മുട്ടാപ്പം പതപ്പിച്ചത് പറഞ്ഞു. ഒരു പ്ലേറ്റിൽ 4 എണ്ണമാണേ വരുക. ഇതാ 4 മുട്ടാപ്പം ഇങ്ങനെ കോരി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ അൽഫാം ഉണ്ട് കേട്ടോ, ചിക്കൻ ഷവായി ഉണ്ട്. ഞാൻ നോർമൽ ചിക്കൻ ഷവായിയാണ് വാങ്ങിച്ചത്. പിന്നെ മുട്ടാപ്പത്തിൻ്റെ മേലെ ലേശം മയോണൈസ് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഷവായിൻ്റെയും മുട്ടാപ്പത്തിൻ്റെയും നടുവിലായിട്ട് ലേശം ക്യാബേജ് ഇട്ടിട്ടുണ്ട് കേട്ടോ. 200 ഈ ഒരു പ്ലേറ്റിൻ്റെ റേറ്റ്. മയോണൈസ് ഒഴിക്കുന്നേരെ ഞാൻ ഓനോട് പറഞ്ഞു എനിക്ക് കുറച്ച് മതിയെന്ന്. അതുകൊണ്ടാന്ന് തോന്നും കേട്ടോ ഓൻ കുറച്ച് ഒഴിച്ചത്. അല്ലെങ്കിൽ ഓൻ എന്തായാലും വാരിക്കോരി ഒഴിക്കേണ്ടതാണ്. അപ്പോൾ ഇത് കഴിക്കാനൊരു രീതിയുണ്ട്. അതേ രീതി തന്നെയാണ് കേട്ടോ ഞാൻ കഴിച്ചത്. ആ കറിയിലെല്ലാം നല്ലോണം കുതിർന്ന മുട്ടാപ്പത്തുനിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ലേശം ക്യാബേജ് വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ ഒരു ചെറിയ കഷ്ണം ചിക്കൻ പീസ് തോലോടുകൂടെ വെക്കുക. എന്നിട്ട് കുറച്ച് മയോണൈസിൽ നോക്കിയിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കണം. അങ്ങനെ തന്നെ കഴിച്ച് നോക്കി. പക്ഷേ ഇതെന്നാ പറ്റിയേ? എന്തോ ഒരു അനാവശ്യമായിട്ടുള്ള ചുവയുണ്ട് ആ ഗ്രേവിക്ക്. പിന്നെ ആ മുട്ടാപ്പം ശരിക്കും അങ്ങോട്ട് സെറ്റായിട്ടില്ല. പണ്ട് ഇവിടുന്ന് കഴിച്ചവർ ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. പക്ഷേ ഇത്തവണ തീരെ പോരാ. ഈ ചിക്കൻ ഷവായ ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ ഷവായ നല്ല സോഫ്റ്റ് വേനും. പിന്നെ ആ ഫ്ലേവർ ശരിക്കും അങ്ങ് ചിക്കൻ്റെ അങ്ങ് ഉള്ളോട്ട് വരെ എത്തിയിട്ടുണ്ടേനു. പ്രോപ്പറായിട്ട് കുക്കായിട്ടുണ്ടേനു കേട്ടോ. പക്ഷേ മുട്ടാപ്പം ടേസ്റ്റിൽ പതപ്പിച്ച ആ ഗ്രേവി എനിക്കിഷ്ടമായിട്ടില്ല. 200 ഈ ഒരു പ്ലേറ്റിൻ്റെ റേറ്റ്. ഒരു ഗ്ലാസ് ചായ കൂടെ കുടിച്ചാലോ എന്ന് വിചാരിച്ചാണ്, പിന്നെ അത് വേണ്ടാന്ന് വെച്ച്. അപ്പോൾ സ്പോട്ട് തളിപ്പറമ്പെന്ന് മന്ന സിഗ്നലിലേക്ക് പോകുമ്പോൾ അതിന് തൊട്ട് മുൻപായിട്ടുള്ള ഈ കരീംസാണ്. ഇനി പപ്പോടൻ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല, വെറുതെ വീട്ടുകാർക്ക് അടങ്ങാറാക്കുമെന്നല്ലാണ്ട്. അങ്ങനെ ബൈക്കിലിങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ബിരിയാണി കഴിക്കാനുള്ള ചെറിയൊരു തോന്നൽ. അങ്ങനെ ചില തോന്നലുകളെല്ലാം വന്നാൽ പിന്നെ അത് മാറ്റി വെക്കാണ്ട് അപ്പാടനെ കയ്യോടെ അങ്ങോട്ട് നിറവേറ്റി കളയണം കേട്ടോ. ഇനി അത് മാറ്റി വെച്ചിട്ട് അവസാനം പിന്നെ നമ്മൾ ഇല്ലെങ്കിലോ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഇത്. അപ്പം അങ്ങനെ എൻ്റെ ആ നിമിഷത്തെ തോന്നൽ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കയറിയിട്ട് ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത സമയത്ത് ചങ്ങായി എന്നോട് പറഞ്ഞു നമ്മളെ ബീഫ് ബിരിയാണിയാണ് അടിപൊളി, അതാണ് നിങ്ങൾ കഴിച്ച് നോക്കണ്ടേന്നല്ലോ. ഓനത് വെറുതെ അടിച്ചു വിട്ടിയാണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഒരു ഫുൾ ചിക്കൻ ബിരിയാണി എടുത്തോ, ഒരു ബീഫ് ബിരിയാണി എടുത്തോന്ന്. പിന്നെ അതിൻ്റെ കൂടെ കൂട്ടാൻ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഓൻ പറഞ്ഞ് നമ്മളെ BDF അടിപൊളിയാണെന്ന്. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഒരു പ്ലേറ്റ് BDF എടുത്തോന്ന്. ബീഫ് ബിരിയാണിയാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ എന്നെല്ലാം പറഞ്ഞാലോ, ഞാൻ അന്നും ഇന്നും ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് ചിക്കൻ ബിരിയാണി തന്നെയാണ്. അതുകൊണ്ട് നന്ദിയേട് കാണിക്കാൻ പറ്റില്ല. ആദ്യം തന്നെ ചിക്കൻ ബിരിയാണി എടുത്തിട്ട് പ്ലേറ്റിലോട്ടേക്ക് അങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്ഥിരം രീതിയിൽ ആദ്യം ലേശം ബിരിയാണി റൈസ് മാത്രം കുഴച്ചിട്ട് വാരി എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കിയാൽ നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ബിരിയാണി റൈസ്. പിന്നെ ഇവിടെ ലഗോൺ ചിക്കൻ ബിരിയാണിയാണ്, വിറകടുപ്പിലാണ് കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. 180 ഒരു ഫുൾ ലഗോൺ ചിക്കൻ ബിരിയാണീൻ്റെ റേറ്റ്. ലെഗ് പീസ് വേണ്ടാന്ന് ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞു, കാരണം ലഗോൺ ചിക്കൻ്റെ ലെഗ് പീസിൽ ഒരൊലയ്ക്കും ഉണ്ടാവില്ല, അവനെ വെറും നഷ്ടക്കച്ചവടം അത് വാങ്ങിക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് ബിരിയാണി റൈസ് മാത്രം കുഴച്ച് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു കഷ്ണം ചിക്കൻ പീസ് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കണേ. എന്നിട്ട് അത് ആ ബിരിയാണി റൈസിലോട്ട് അങ്ങോട്ട് കുഴച്ച് ചേർക്കാൻ പാടില്ല, പകരം ലയിപ്പിച്ചങ്ങോട്ട് ചേർക്കണേ. എന്നിട്ട് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് പിന്നെ മൂന്നാമതായിട്ടാണ് തൈര് സലാഡും അച്ചാറെല്ലാം കൂട്ടി വെച്ചിട്ട് ബിരിയാണി കഴിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഒരു രീതി. ഇത് ഞാൻ എപ്പോഴും ബിരിയാണി കഴിക്കുമ്പോൾ പറയാറുള്ളതാണ്. എന്നാലും കേൾക്കാത്തവരുണ്ടെങ്കിലും ഒന്നും കൂടെ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും പറയുന്നതാണ്. അപ്പോൾ ഈ ബിരിയാണീൻ്റെ കൂടെ തൈര് സലാഡും ഉണ്ട്. പിന്നെ മംഗലത്തിനെല്ലാം വിളമ്പുന്ന ബീട്രൂട്ട് ഈത്തപ്പഴ അച്ചാറും ഇല്ലേ, അതുണ്ട്. പിന്നെ ബിരിയാണി നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണി കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ കഴിച്ചത് ബീഫ് ബിരിയാണി അല്ലേ, ഈ നെയ്പ്പത്തലും ചിക്കൻ കുറുമയാണ്. എൻ്റെ തൊട്ടപ്പുറത്തെ ടേബിളിലിരുന്നൊരു ഫാമിലി ആ ചിക്കൻ കുറുമ നക്കി തുടച്ച് കഴിക്കുന്നത് ബിരിയാണി കഴിക്കുന്നതിൻ്റെ ഇടയിലും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിനേനും കേട്ടോ. അപ്പം ഞാൻ അത് സെർവ് ചെയ്ത് ഓനോട് വിളിച്ചിട്ട് ചോദിച്ച് അതേതായിട്ടെന്ന്. ഓൻ പറഞ്ഞത് നമ്മളൊരു സ്പെഷ്യലായിട്ടാണ് നെയ്പ്പത്തിലും ചിക്കൻ കുറുമ കോംബോ ആണെന്ന്. അപ്പാടനെ കയ്യോടെ ഞാനും ഓർഡർ ചെയ്തത്. ഞാൻ ആ ചിക്കൻ ബിരിയാണി കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഓനത് സെർവ് ചെയ്യുകയും ചെയ്തു. ആ നെയ്പ്പത്തിൽ നല്ല ചൂടുണ്ട്, അതിനേക്കാളും ചൂടുണ്ട് അതിൻ്റെ കൂടെയുള്ള കുറുമ. പണ്ടാരാർത്തി കൊണ്ട് തൊട്ടിട്ട് കയ്യും പുള്ളി. അതിൻ്റെ ഇടയ്ക്ക് BDF ഒന്ന് കഴിച്ച് നോക്കി. എന്നിട്ട് ചൂട് ലേശം പോയാലോ ആ മുരിഞ്ഞ നെയ്പ്പത്തലിൻ്റെ അറ്റത്തുനിന്ന് ചെറിയൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് ആദ്യം ആ കുറുമയിൽ മാത്രം മുക്കിയിട്ട് കഴിച്ച് നോക്കി. പിന്നെയും വേറൊരു അറ്റത്തുനിന്ന് നെയ്പ്പത്തിൽ ഇങ്ങോട്ട് കീറി എടുത്തിട്ട് എന്നിട്ട് അത് ആ ചിക്കൻ പീസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ കുറുമ. പിന്നെ നെയ്പ്പത്തലും ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ചിക്കൻ കുറുമക്ക് 180 റേറ്റ്, നെയ്പ്പത്തലിന് 10. അപ്പം 3 നെയ്പ്പത്തൽ ചിക്കൻ കുറുമ കൂട്ടി അങ്ങോട്ട് കഴിച്ചതിന് ശേഷം പിന്നെ എൻ്റെ കൈകൾ ഞാനിതാ ഈ ബീഫ് ബിരിയാണിയിലോട്ടേക്ക് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഈ ബീഫ് ബിരിയാണിയിൽ റൈസിൻ്റെ ക്വാണ്ടിറ്റി ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ.
190 ഫുൾ ബീഫ് ബിരിയാണീൻ്റെ റേറ്റ് വരുന്നത്. മിക്ക സ്ഥലങ്ങളിലുള്ള പോലെ തന്നെ 2 പീസ് ബീഫാണ് ഈ ബിരിയാണിയിലുള്ളത്. ചിക്കൻ ബിരിയാണീനെ പറ്റി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എനിക്ക് ഈ ബീഫ് ബിരിയാണീനെ പറ്റിയും പറയാനുള്ളത്. അതായത് ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ 2 പീസ് ബീഫാ ഉള്ളതെന്ന് പറഞ്ഞിട്ടില്ലേ, ആ 2 പീസ് ബീഫും ബോൺലെസ് ആണേ. ദാ ഈ ബീഫിൻ്റെ ഒരു ടെക്സ്ചറും പിന്നെ ആ ഒരു സോഫ്റ്റ്നെസ് എല്ലാം നോക്കിയാട്ട് നിങ്ങൾ ഇതാ കണ്ടാ സെറ്റല്ലേ. പിന്നെ ഈ ബിരിയാണിയിൽ അങ്ങനെ ഭയങ്കര മസാല ഉണ്ടായിട്ടില്ല. എനിക്ക് പൊതുവേ കൂടുതൽ മസാലയുള്ള ബിരിയാണി വലിയ ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ബിരിയാണി എനിക്ക്, അതായത് ഈ ബിരിയാണീൻ്റെ മസാലയും റൈസും തമ്മിലുള്ള ആ ഒരു റേഷ്യോ എനിക്ക് സെറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയിൽ BDF കൂട്ടിയിട്ട് ഞാൻ ഈ ബീഫ് ബിരിയാണി ഒന്ന് കഴിച്ച് നോക്കിന് കേട്ടോ. 140 റുപ്യാണ് BDFിൻ്റെ റേറ്റ്. ഇനി ബീഫ് ബിരിയാണി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ല. ആ ചിക്കൻ ബിരിയാണീനേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ബീഫ് ബിരിയാണി ആയിരുന്നു. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഞാൻ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ബീഫ് ബിരിയാണി തന്നെയാണിത്. പിന്നെ റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് ഓവർ ആയതുകൊണ്ട് ഞാൻ ബീഫിൻ്റെ പീസ് റൈസ് തീരുന്നത് വരെ എത്തുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. അപ്പോൾ ആ ബീഫ് ബിരിയാണിയും പിന്നെ BDFും കഴിച്ചതിന് ശേഷം ഞാൻ പതുക്കെ ഇവിടുത്തെ ഒരു ഷവർമ ഓർഡർ ചെയ്തു. ഒന്നല്ല 2 ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇവിടുത്തെ നോർമൽ ഷവർമയാണ്, മറ്റേത് ഇവിടുത്തെ മെക്സിക്കൻ ഷവർമയാണ്. 2 ഷവർമയിലും റാപ്പായിട്ട് വരുന്നത് കുബൂസ് അല്ല റുമാലി റൊട്ടിയാണ്. 2 ഷവർമയും സെയിം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം ആണ്. എന്നാൽ ചെറിയ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതാണ് ആ ഒരു ഷവർമ കാണുന്ന ഹാലപ്പീനോസ്. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. നോർമൽ ഷവർമയ്ക്ക് 90 രൂപ റേറ്റ്, മെക്സിക്കൻ അഥവാ സ്പൈസി ഷവർമയ്ക്ക് 110 രൂപ റേറ്റ്. തുർക്കിഷ് ഷവർമ എന്ന് പറഞ്ഞിട്ടാണ് ഇവർ 2 ഷവർമ ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ റുമാലി റൊട്ടിയിൽ ചിക്കൻ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, കസ് ഉണ്ട്, പിന്നെ മയോണീസ് ഉണ്ട്. ഒന്നിലെ ഹാലപ്പീനോസ് ഉണ്ട്, ഇപ്പുറത്തെ ഹാലപ്പീനോസ് ഇല്ല. പിന്നെ ഇവരെ ഒരു സ്പെഷ്യൽ സോസും ഉണ്ട് കേട്ടോ. എന്നിട്ട് അത് ഈ ബട്ടർ വരട്ടിയ ചൂട് തവയിൽ ഒരു 2 മിനിറ്റ് നേരം വെച്ചിട്ടൊന്ന് ടോസ്റ്റ് ചെയ്യും. കുറച്ചധികം ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചധികം ക്രിസ്പി ആവും. അതിന് ശേഷം അത് നടുവിന്ന് ചെരിച്ച് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ സെർവ് ചെയ്യുക. അപ്പോൾ 2 ഷവർമ നടുവിന്ന് കട്ടാക്കിയിട്ട് 4 ആക്കിയിട്ട് സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ, അതായത് അത് കഴിക്കുമ്പോൾ കുടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഷെയ്ക്കോ ജ്യൂസോ മൊയ്റ്റോ ഒന്നും അല്ല, ഇതാ ഇങ്ങനെ അടിച്ചിട്ടുള്ള ഒരു വിത്തൗട്ട് ചായ. ചായക്ക് 12 രൂപയാണ് കേട്ടോ റേറ്റ്. ആദ്യം കഴിച്ചു നോക്കിയത് കൂട്ടത്തിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ സ്പൈസി അഥവാ മെക്സിക്കൻ ഷവർമയാണ്. ആ ഹാലപ്പീനോസ് എല്ലാം വരുമ്പോൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഈ ഷവർമേൻ്റെ യഥാർത്ഥ ഫ്ലേവർ അറിയണമെങ്കിൽ മറ്റേ നോർമൽ ഷവർമ കഴിക്കണം. അപ്പോൾ ഇത് കഴിക്കുന്നതിനിടയ്ക്ക് നമ്മളെ വിത്തൗട്ട് ചായ ഒന്ന് കുടിച്ചിനെ. മെക്സിക്കനേക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടമായത് നോർമൽ ഷവർമയാണ്. 110 റുപ്യക്ക് മെക്സിക്കൻ കഴിക്കുന്നതിനേക്കാളും എത്രയോ അടിപൊളി 90 റുപ്യേൻ്റെ നോർമൽ തന്നെയാണ്. പിന്നെ പക്കുവാടിയും കഴിച്ച് കല്ലുമ്മക്കായും കഴിച്ചു കേട്ടോ. കല്ലുമ്മക്കായ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊരിക്കൽ കുടിച്ചാൽ പിന്നെയും പിന്നെയും കുടിക്കാൻ തോന്നുന്ന മറ്റേ ക്രീമി ആയിട്ടുള്ള പാലിൻ്റെ ചായ ഇല്ലേ, അങ്ങനത്തെ ചായ. അത് കുടിക്കുന്നതിനിടയ്ക്ക് ചില്ലും കൂട്ടിൽ എത്രയാണ് കടി. അതിൻ്റെ അകത്തൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. പിന്നെ ലേശം കടലൊക്കെ കഴിച്ച് അടക്കണ്ടേ. നേരെ ഓൻ പറഞ്ഞു ഈ ഐറ്റം കഴിച്ച് നോക്കുന്നു. ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ഒരു മധുരമുള്ള ഐറ്റമാണ് ഇത്. നമ്മളെ മുട്ടമാലക്ക് പകരമുള്ള റേറ്റാണ് പോലും. നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ബീഫിൻ്റെ ഒരു സാൻഡ്വിച്ചും കഴിച്ചു. അതും ഒരു രക്ഷയില്ല. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് തളിപ്പറമ്പിൻ്റെയും പരിയാരത്തിൻ്റെ ഇടയിൽ ചുടലക്കുള്ള മിക്കാസ് ബിരിയാണിയാണ്. ഞാൻ ബൈക്കിലേനും ആടം വരെ പോയേ. എന്നിട്ട് തിരിച്ച് കണ്ണൂരേക്ക് എത്തുമ്പോഴത്തേക്കിനെ ഭയങ്കര ക്ഷീണം പിടിച്ചിനപ്പം. ആടെയല്ലോ റോഡിൻ്റെ പണിയെല്ലാം നടക്കുന്നില്ല, അത്രയും ആ പൊടിയും ലോറിയെല്ലാം ആയിട്ട്. പിന്നെ ആ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ നമ്മളെ വളവട്ടണം പുതിയരുന്ന് റൈറ്റ് എടുത്തിട്ട് നമ്മളെ ജാബിർഖാൻ്റെ അടുത്തേക്ക് പോയി, പൂതപ്പാറയിലെ. എന്നിട്ട് ആടുന്ന് ജാബിർഖാൻ്റെ അടുത്ത് നിന്ന് ഒരു ഡ്രൈ ഫ്രൂട്ട് ഷേക്കും കുടിച്ചിട്ട് എന്നിട്ട് നേരെ കണ്ണൂർ ടൗൺ വന്ന് പിന്നെ നമ്മളെ ഇവിടെ കയറി വന്നു. നിക്ഷാൻ ഇലക്ട്രോണിക്സിൻ്റെ തൊട്ട് സൈഡിലുള്ള അഡ്മീറ കോട്ടിയാടിലെ ഗോൾഗാഡിയിൽ നിന്ന് ഒരു പാനിപ്പൂരിയും കഴിച്ച്. അപ്പം ശരി.